നമ്മുടെ ജീവിതത്തോട് നമ്മെ ചേർത്ത് നിർത്തുന്ന, ജീവിതം അതിജീവനം കൂടിയാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന, ദുരന്തമുഖങ്ങളിൽ നാം പെരുമാറേണ്ടതെങ്ങനെ എന്ന് നമ്മെ പഠിപ്പിക്കുന്ന നിരവധി സിനിമകൾ പല ഭാഷകളിലായി പല ദേശങ്ങളിലായി നമ്മൾ ഓരോരുത്തരുടെയും ഒപ്പമുണ്ട്. അവയുടെ കാഴ്ചയും കഥയുമാണ് മൂവി മൂഡ്സ്. മൂവി മൂഡ്സിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. യാൻ മാർട്ടിൻ്റെ നോവലിനെ ആസ്പദമാക്കി 2012 ആങ് ലീ സംവിധാനം ചെയ്ത ലൈഫ് ഓഫ് പൈ എന്ന ഹോളിവുഡ് ചിത്രത്തിൻ്റെ ആസ്വാദനമാണ് ഈ ലക്കം മൂവി മൂഡ്സ്. പോണ്ടിച്ചേരിയിലെ പച്ച പിടിച്ചു കിടക്കുന്ന ഒരു കാഴ്ച ബംഗ്ലാവിലെ ഭംഗിയുള്ള കാഴ്ചകളിലൂടെയാണ് ഈ ചലച്ചിത്രം ആരംഭിക്കുന്നത്. തൻ്റെ അസാധാരണ കഥ കേൾക്കാൻ എത്തുന്ന നോവലിസ്റ്റിനോട് മധ്യവയസ്കനായ പൈ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. നീന്തൽ പ്രാന്തനായ മാമാജിയാണ് പൈക്ക് ആ പേരിട്ടത്. അയാളുടെ പേര് പിസൈൻ മോളിത്തോർ പട്ടേൽ. പിസൈൻ മോളിത്തോർ പാരീസിലെ ഒരു നീന്തൽ കുളത്തിൻ്റെ പേരാണ്. അവനെ നീന്താൻ പഠിപ്പിച്ചതും ഈ മാമാജി തന്നെയാണ്. സ്കൂളിൽ കുട്ടികളങ്ങനെ വിളിച്ച് കളിയാക്കുന്നത് തടയാൻ അവൻ തന്നെ അവൻ്റെ പേര് പൈ എന്ന് പരിഷ്കരിച്ചു. തന്നെ കാണാൻ വന്ന അതിഥിയെ സൽക്കരിച്ചിരുത്തി തൻ്റെ കുടുംബത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങി അദ്ദേഹം. പോണ്ടിച്ചേരിയിൽ കാഴ്ച ബംഗ്ലാവ് നടത്തുന്ന മിടുക്കനായ ബിസിനസ്സുകാരനും നിരീശ്വരവാദിയുമായ അച്ഛൻ സന്തോഷ് പട്ടേൽ, അമ്മ തികഞ്ഞ വിശ്വാസിയും ബോട്ടണിസ്റ്റുമായ ഗീതാ പട്ടേൽ, ഒപ്പം ഒരു ചേട്ടൻ. അമ്മയുടെ തമിഴിലുള്ള പുരാണ കഥകളിലൂടെയും ക്രിസ്ത്യൻ മുസ്ലിം പള്ളികളിൽ സന്ദർശനങ്ങളിലൂടെയും പൈ ഒരു സർവമത ഭക്തനായി. വീട്ടിൽ നിസ്കരിക്കുന്നത് കണ്ട അച്ഛൻ വിഷയം തീന്മേശയിൽ ചർച്ചയ്ക്ക് വെച്ചു. ആ ഘട്ടത്തിൽ അമ്മ അവനെ നന്നായി സഹായിച്ചു. ഇനി പൈ കഥ തുടരുന്നത് വീടിന് പുറത്ത് നോവലിസ്റ്റിനോടൊപ്പം നടന്നുകൊണ്ടാണ്. കാഴ്ച ബംഗ്ലാവിൽ ചേട്ടൻ രവിയോടൊപ്പം കടുവയ്ക്ക് തീറ്റ കൊടുക്കാൻ പോയതും അച്ഛൻ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതും ആടിനെ തീറ്റയായി കൊടുത്ത് കടുവയുടെ സ്വഭാവം അച്ഛൻ അവനെ പഠിപ്പിച്ചതും അവൻ അയാളോട് പറയുന്നു. റിച്ചാർഡ് പാർക്കർ, അതാണ് ആ കടുവയുടെ പേര്. സുന്ദർബൻസിൽ നിന്ന് കപ്പലിൽ കയറ്റിയ സായിപ്പ് തൻ്റെ തന്നെ പേരിട്ട് വിളിച്ചതാണ് അതിനെ അങ്ങനെ. ആനന്ദി എന്ന നൃത്ത വിദ്യാർത്ഥിനിയോടുള്ള പ്രണയം പൈ വെളിപ്പെടുത്തുന്നു. കാഴ്ച ബംഗ്ലാവിലെത്തിയ ആനന്ദിക്ക് റിച്ചാർഡ് പാർക്കിനെ കാണിച്ചു കൊടുത്ത് വിശദീകരിക്കുന്നുമുണ്ട് പൈ. കാര്യങ്ങൾ പിന്നീട് മാറിമറിയുകയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് സർക്കാർ സഹായം കുറഞ്ഞപ്പോൾ വസ്തുവകകളെല്ലാം വിറ്റ് കാനഡയിലേക്ക് പോകാനുള്ള അച്ഛൻ്റെ പരിപാടി തീന്മേശയിൽ വെച്ച് കേൾക്കുന്ന പൈയും സഹോദരനും ആകെ നിരാശരാകുകയാണ്. കാര്യങ്ങൾ അച്ഛൻ വിശദീകരിക്കുമ്പോൾ പക്ഷേ അവർക്ക് വഴങ്ങേണ്ടി വന്നു. ആ കുടുംബം ഒരു ജാപ്പനീസ് ചരക്ക് കപ്പലിൽ റിച്ചാർഡ് പാർക്കർ എന്ന കടുവയടക്കം ഏതാനും മൃഗങ്ങളുമായി കാനഡയിലേക്ക് പോവുകയാണ്. ഇനി പട്ടേലിൻ്റെ മൃഗശാല അവിടെയാണ്. കപ്പലിൽ വെച്ച് പൈ ആനന്ദിയെ ഓർക്കുകയും അമ്മയോട് നീരസം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. കപ്പലിൽ വെജിറ്റേറിയൻ ഭക്ഷണം കിട്ടാത്തതിനാൽ അവർ കുക്കുമായി തർക്കിക്കുന്നുമുണ്ട്. കപ്പൽ ചൊരുക്കിൽ നിന്ന് രക്ഷ നേടുവാൻ മൃഗങ്ങൾക്ക് അച്ഛൻ പഴത്തിൽ ചേർത്ത് മരുന്ന് കൊടുക്കുന്നത് നോക്കി നിൽക്കുകയാണ് പൈ. ചെറിയൊരു പുഴവക്കത്തെ കസേരയിലിരുന്ന് തൻ്റെ കഥയുടെ അടുത്ത അധ്യായം പൈ ആരംഭിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് സിനിമ സഞ്ചരിക്കുന്നത് വേറൊരു ലെവലിലാണ്. കപ്പൽ മനിലയിലെ പോർട്ടിൽ നിന്ന് വിട്ട് 4 നാൾ പിന്നിട്ടു. മരിയാന ട്രഞ്ചിനടുത്തേക്കാണ് യാത്ര. പസഫിക് സമുദ്രത്തിൻ്റെ ആകാശം കറുത്തു. കനത്ത മഴയും ഉയരുന്ന തിരമാലകളും. സിംസം എന്ന കപ്പൽ ആടി ഉലയുകയാണ്. ഉറക്കം ഞെട്ടിയ പൈ ചേട്ടൻ രവിയെ വിളിച്ചു. അവൻ നല്ല ഉറക്കത്തിലാണ്. അവൻ ക്ഷണം നിഷേധിച്ചു. ഒറ്റയ്ക്ക് കപ്പലിൻ്റെ ഡെക്കിലെത്തുന്ന പൈ ആദ്യം മഴ ആസ്വദിക്കുകയാണ്. എങ്കിലും പിന്നീട് പതുക്കെ അപകടം തിരിച്ചറിയുകയാണ്. വെള്ളം കപ്പലിലേക്ക് ഇരച്ചു കയറുന്നു. ജോലിക്കാർ എന്തൊക്കെയോ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോൾ കപ്പലിലും കടലാണ്. പൈ മുങ്ങി പൊങ്ങുകയാണ്. അവൻ കുടുംബത്തിനടുത്തെത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കഴിയുന്നില്ല. ജീവനക്കാർ എടുത്തെറിഞ്ഞ അവൻ ഒരു രക്ഷാ ബോട്ടിലേക്ക് എത്തുന്നു. തിരയിൽ ആടി ഉലയുന്ന ബോട്ടിലേക്ക് ഒരു സീബ്ര എടുത്തു ചാടുന്നു. ഇരമ്പുന്ന വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗങ്ങൾ തിരയുകയാണ് പൈ. റിച്ചാർഡ് എന്ന കടുവ കപ്പലിൽ നിന്ന് നീന്തിയെടുക്കുന്നത് ഇതേ ബോട്ടിലേക്കാണ്. ഉടനെ പൈ പേടിച്ച് കടലിലേക്ക് എടുത്തു ചാടുന്നു. മീനുകൾക്കൊപ്പം ആ രാത്രി അവൻ കുറേ നീന്തി. ക്ഷീണിച്ച അവശനായി അവൻ പിന്നീട് ബോട്ടിലേക്ക് തന്നെ മടങ്ങി. ബോട്ടിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു തണ്ടിൽ അവൻ തൂങ്ങിക്കിടന്നു. പൈ ബോട്ടിലെ വെള്ളം ബക്കറ്റ് കൊണ്ട് തേവി കളഞ്ഞ ശേഷം കാണുന്നത് ടാർപ്പായക്കടിയിൽ നിന്ന് ഒരു കഴുതപ്പുലി പുറത്തേക്ക് ചാടുന്നതാണ്. രക്ഷ തേടി അവൻ പഴയ
തണ്ടിലേക്ക് തന്നെ മടങ്ങി. ഒരു വലയിൽ പഴക്കുലയുമായി ഒരു ഒറാങ്കുട്ടാൻ ബോട്ടിലേക്ക് നീന്തി അടുക്കുകയാണ്. കാഴ്ച ബംഗ്ലാവിൽ അവൻ അതിനെ ഓറഞ്ച് ജ്യൂസ് എന്നാണ് വിളിച്ചിരുന്നത്. അവൻ അതിനെയും ബോട്ടിൽ പിടിച്ച് കയറ്റി. കടലൊന്ന് അടങ്ങി. പൈ രക്ഷ തേടി ഉറക്കെ അലറി. ബക്കറ്റെടുത്ത് ബോട്ടിനടിച്ച് ശബ്ദമുണ്ടാക്കി. അത് കേട്ട് ആ ബോട്ടിലുണ്ടായിരുന്ന കഴുതപ്പുലി പുറത്തേക്ക് വന്നു. പയ്യുടെ നേരെ അത് ചാടി. അവൻ തുഴ നീട്ടി തടഞ്ഞു. നേരം രാത്രിയായപ്പോൾ വിശന്ന കഴുതപ്പുലി സീബ്രയെ കൊന്നു തിന്നു. ഭയപ്പാടോടെ ഇത് കണ്ടു നിൽക്കാൻ മാത്രമേ പൈക്കായുള്ളൂ. കുരങ്ങൻ പക്ഷേ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. കഴുതപ്പുലിയുടെ ആക്രമണത്തിൽ കുരങ്ങന് പരിക്കുപറ്റി എന്ന് പൈക്ക് തോന്നി. അവൻ മരുന്നുകൾ തേടി ബോട്ടിലെത്തി. തിരച്ചിലിനിടെ കിട്ടിയ കാറ്റലോഗിലൂടെ അവൻ രക്ഷാബോട്ടിലെ സംവിധാനങ്ങളെക്കുറിച്ച് മുഴുവൻ പഠിച്ചു. കിട്ടിയ കുറെ ലൈഫ് ജാക്കറ്റുകളും തുഴകളും കൂട്ടിക്കെട്ടി അവൻ കടലിൽ ഒരു സുരക്ഷിത ഇടമുണ്ടാക്കി. അതിജീവനത്തിന്റെ പാഠങ്ങൾ ഓരോന്നോരോന്നായി അവൻ പ്രയോഗിച്ചു തുടങ്ങി. കഴുതപ്പുലി കുരങ്ങനെ അടിച്ചു വീഴ്ത്തി തിന്നുന്നത് കണ്ട അവൻ അന്തം വിട്ടു. അവൻ അതിനെ പോരിന് വിളിച്ചു. കയ്യിൽ നീട്ടിപ്പിടിച്ച് തുഴയുമായി. കമോൺ കമോൺ അവൻ ആർത്തു. ഇത് കേട്ട് ടാർപ്പായുടെ താഴെ നിന്ന് ചാടിയ റിച്ചാർഡ് പാർക്കർ എന്ന കടുവ കഴുതപ്പുലിയെ കൊന്നു തിന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പരിഭ്രാന്തനായ പൈ താൻ കെട്ടിയുണ്ടാക്കിയ സംവിധാനത്തിലേക്ക് എടുത്തു ചാടി. റിച്ചാർഡ് പാർക്കർ രക്ഷാബോട്ടിൽ, കുതിർന്ന പൈ സമുദ്രത്തിൽ. പിന്നീട് നമ്മൾ കാണുന്നത് പൈ ബോട്ടിൽ നിന്ന് ഭക്ഷണം ശേഖരിക്കുന്നതാണ്. ബിസ്ക്കറ്റും പാനീയങ്ങളുടെ ബോട്ടിലുകളും അവൻ അവന്റെ ചങ്ങാടത്തിലേക്ക് എടുത്തെറിഞ്ഞു. വിശന്ന കടുവ ആക്രമിക്കാൻ ഒരുങ്ങിയപ്പോൾ തോളിൽ കയറിയ എലിയെ അവൻ കടുവയ്ക്ക് എറിഞ്ഞു കൊടുത്തു. കടുവ അത് വേഗം തന്നെ വിഴുങ്ങി. അവന് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. രാത്രി വിശപ്പകറ്റാൻ കടുവ ബോട്ടിലുണ്ടായിരുന്ന സീബ്രയുടെ അവശിഷ്ടങ്ങൾ തിന്നുന്നത് അവൻ സങ്കടത്തോടെ കണ്ടുനിന്നു. അടുത്ത ഇര താനാണെന്ന ഭീതിയോടെ. തൻ്റെ അവസ്ഥ ഒരു കടലാസിൽ എഴുതി ടിന്നിലാക്കി അവൻ കടലിലേക്ക് എറിഞ്ഞു. ആർക്കെങ്കിലും അത് കിട്ടിയാൽ താൻ രക്ഷപ്പെട്ടല്ലോ എന്നവൻ കരുതി. തൻ്റെ ചങ്ങാടത്തിൽ കുതിർന്നു കിടന്ന് അവൻ കാറ്റലോഗിലൂടെ അതിജീവനത്തിന്റെ പുതിയ പാഠങ്ങൾ പഠിച്ചു. വിസിലൂതി കടുവയെ വരുതിയിലാക്കുവാനും അവൻ ശ്രമിച്ചു. ഒരു ബക്കറ്റിൽ അതിനവൻ കുടിവെള്ളം കൊടുത്തു. ദിവസേന 5 കിലോ ഇറച്ചി കഴിക്കുന്ന അവന് തീറ്റിപ്പോറ്റാൻ ചൂണ്ടയിട്ട് അവൻ മീൻ പിടിച്ചു തുടങ്ങി. ഒരു ഘട്ടത്തിൽ വിശന്ന് പാർക്കർ മീൻ പിടിക്കാൻ കടലിലേക്ക് എടുത്തു ചാടി. പൈ ബോട്ടിലേക്ക്. ചങ്ങാടം വലിച്ചെടുപ്പിച്ചു. കടുവ ബോട്ടിലേക്ക് നീന്തി വന്നപ്പോൾ മഴുവെടുത്ത് അതിനെ ആക്രമിക്കാൻ അവന് തോന്നി. പക്ഷേ അവനതിന് കഴിയുമായിരുന്നില്ല. അന്ന് രാത്രി ഒരു പലക കഷ്ണം വലിച്ചെടുത്ത് ചാരി അവൻ കടുവയെ ബോട്ടിലേക്ക് കടക്കാൻ സഹായിച്ചു. വലിയൊരു മീനിനെ വലയിൽപ്പെടുത്തി മഴുകൊണ്ട് കൊത്തിക്കൊന്ന് റിച്ചാർഡിന് അവൻ തീറ്റയായി കൊടുത്തു. ഒരു നീലത്തിമിംഗലം കടന്നു വന്ന് ആകെ അട്ടിമറിക്കുന്നുണ്ട്. തുടർന്ന് കാണുന്നതോ ചാകര കാഴ്ചയും. ചെറുതും വലുതുമായ മീനുകൾ ബോട്ടിലെത്തുകയാണ്. റിച്ചാർഡും പൈയും അത് തിന്ന് വിശപ്പടക്കുന്നു. പിന്നീട് അവൻ കടുവയെ പരിശീലിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു വടിയിൽ കൊരുത്ത ഭക്ഷണം അവൻ കടുവയ്ക്ക് നൽകുന്നു. നേരത്തെ തുണ്ടമാക്കി വെച്ച മീനാണത്. പതുക്കെ കടുവ അവന് വഴങ്ങിത്തുടങ്ങുന്നു. പ്രതീക്ഷ കൈവിടാതെ അവൻ ദൂരെ കണ്ട ഒരു കപ്പലിനെ ലക്ഷ്യമാക്കി സൂചനകൾ നൽകുകയാണ്. പക്ഷേ അവരത് കാണുന്നില്ല. കടൽ വീണ്ടും ഇളകിമറിയുകയാണ്. വീശിയടിക്കുന്ന കാറ്റും പെരുമഴയും ഇടിയും. പൈയും കടുവയും കടലിനോട് മത്സരിക്കുന്നു. അവശനായി റിച്ചാർഡിനെ മടിയിലിരുത്തി പൈ അവന് കുടിക്കാൻ വെള്ളം കൊടുക്കുന്നു. പതുക്കെ അവർക്ക് പരസ്പരം കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു. പൈക്ക് കടുവയോടുള്ള ഭയം പതുക്കെ ഇല്ലാതാകുന്നു. ആ രാത്രി അവർ രണ്ടുപേരും ഭയമില്ലാതെ ഉറങ്ങി. കടലിൽ അന്നേരവും മത്സ്യങ്ങൾ ഒഴുകി നടന്നു. പൈ തൻ്റെ കിനാവുകളിലും. പൈ ദൈവത്തോട് നന്ദി പറഞ്ഞു. പിറ്റേന്ന് പകൽ ബോട്ട് ഒരു ദ്വീപിനടുത്ത് കരക്കിടിഞ്ഞു. നല്ല പച്ച നിറത്തിലുള്ള മൺതിട്ട. അവൻ പാർക്കറിനെ വിളിച്ചു. കണ്ണിൽ കണ്ടതെല്ലാം കടിച്ചു നടന്നു. അവിടെ അസാധാരണമായ ജീവികളുടെ വലിയൊരു കൂട്ടം കണ്ട അവൻ ആകെ വിസ്മയിച്ചു. ശുദ്ധജലം കണ്ട കുളത്തിലേക്ക് അവൻ ഇറങ്ങി, നീന്തി. ചുറ്റും ആ ജീവികളും അവയ്ക്കിടയിൽ പാർക്കുന്നു. അന്ന് രാത്രി ഒരു വല മരത്തിൽ വലിച്ചു കെട്ടി പൈ ഉറങ്ങാൻ കിടന്നു. മൃഗങ്ങൾ അവൻ്റെ മേൽ ഇഴഞ്ഞു നടന്നു. റിച്ചാർഡിന് അവിടെ മടുത്തിരുന്നു. അവൻ ബോട്ടിലേക്ക് തിരിച്ചുപോയി. അവിടെ വെച്ച് പറിച്ച ഒരു കായയിൽ
മനുഷ്യന്റെ പല്ല് കണ്ടെന്ന് നോവലിസ്റ്റിനോട് പൈ പറഞ്ഞത് അയാൾ പക്ഷേ തീരെ വിശ്വസിക്കുന്നില്ല. നരഭോജികളായ സസ്യങ്ങളുള്ള ദ്വീപിന്റെ സൂചനയായിരുന്നു അത്. അവിടുത്തെ വെള്ളത്തിന് ആസിഡിന്റെ സ്വഭാവമാണ്, മാംസം അലിയിപ്പിച്ച് കളയുന്നു. അത്ഭുതത്തോടെയാണ് ആ ഭാഗം നോവലിസ്റ്റ് കേൾക്കുന്നത്. അപകടകരമല്ല എന്ന് തോന്നിയ ഏതാനും സാധനങ്ങൾ പറിച്ച് കുടിവെള്ളവും ശേഖരിച്ച് പൈ വീണ്ടും ബോട്ടിലേക്ക് മടങ്ങി. അന്നേരം കടുവ ബോട്ടിൽ ഉണ്ടായിരുന്നില്ല. റിച്ചാർഡ് പാർക്കർ, അവൻ ഉറക്കെ വിളിച്ചു, വിസിലൂതി. വിളി കേട്ട് ഓടി വന്ന പാർക്കർ ബോട്ടിലേക്ക് ചാടിക്കയറി. അവർ യാത്ര തുടർന്നു. ഒരു പകലിൽ അവർ പടിഞ്ഞാറുള്ള മറ്റൊരു കരക്കെടിഞ്ഞു. പൈ നന്നേ ക്ഷീണിതനായിരുന്നു. അവൻ പൂഴിയിൽ കമിഴ്ന്നു കിടന്നു. റിച്ചാർഡ് പാർക്കർ എന്ന കടുവ അവന് മുകളിലൂടെ ചാടി കരതൊട്ടു. ഒന്ന് ഞെളിഞ്ഞ അവൻ തീരത്തുകൂടെ അകലെ കാണുന്ന പച്ചപ്പിലേക്ക് നടന്നു. അവശനായി കിടന്ന പൈ പാർക്കർ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കും എന്നെങ്കിലും പ്രതീക്ഷിച്ചു. പക്ഷേ അതുണ്ടായില്ല. ആ ബന്ധം അങ്ങനെയാണ് അവസാനിച്ചത് എന്നാണ് പൈ നോവലിസ്റ്റിനോട് പറയുന്നത്. കുറെ പേർ ഓടി വന്ന് പയ്യനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അയാൾ പാർക്കർ കടന്നുപോയ സ്ഥലത്തേക്ക് ഒന്നുകൂടി നോക്കി. അവന് കരച്ചിലടക്കാൻ കഴിയുമായിരുന്നില്ല. ഗുഡ് ബൈ പറയാൻ കടുവയ്ക്ക് അറിയില്ലല്ലോ. തൻ്റെ അച്ഛൻ ശരിയായിരുന്നു എന്നും റിച്ചാർഡ് പാർക്കറുടെ പെരുമാറ്റം തന്നെ ഏറെ സങ്കടപ്പെടുത്തി എന്നും പൈ നിറകണ്ണുകളോടെയാണ് നോവലിസ്റ്റിനോട് പറയുന്നത്. പക്ഷെ തന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ആ കടുവയാണെന്നും അത് ബോട്ടിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ താൻ എന്നേ ആത്മഹത്യ ചെയ്തേനെ എന്നും അയാളോട് പറയുന്നുണ്ട്. വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ? പൈ നോവലിസ്റ്റിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ജീവിതം ചിലപ്പോൾ അങ്ങനെയും ആവാം എന്ന് നോവലിസ്റ്റ് പ്രതികരിക്കുന്നു. ഇതേ അനുഭവം പിന്നീട് തന്നെ വന്നു കണ്ട ജപ്പാൻ ഫിഷിംഗ് കമ്പനിയുടെ ഇൻഷുറൻസ് ഏജന്റുമാർക്കുണ്ടായത് നോവലിസ്റ്റിനോട് പൈ പറയുന്നുണ്ട്. തൻ്റെ ക്ലെയിം സെറ്റിൽ ചെയ്യുവാൻ ഒരു പുതിയ കഥ ഇൻഷുറൻസ് അധികൃതരോട് പറയുകയാണ് അയാൾ. തൻ്റെ ജീവിതത്തിലുണ്ടായ അവിശ്വസനീയതകളെ ദൂരെ കളഞ്ഞ് പൊലിപ്പിച്ചെടുത്ത മറ്റൊരു രണ്ടാം കഥ. അവരത് മുഖവിലേക്കെടുക്കുന്നു. പൈക്ക് ഇൻഷുറൻസ് ക്ലെയിം പാസ്സാവുന്നു. അയാൾ പുതിയ ജീവിതം ആരംഭിക്കുന്നു. പറഞ്ഞ രണ്ട് കഥകളും നോവലിസ്റ്റിനോട് പറഞ്ഞതും ഇൻഷുറൻസ് ഏജന്റുമാരോട് പറഞ്ഞതും രണ്ടല്ല. സൂക്ഷിച്ചു നോക്കിയാൽ അവ ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ അവ രണ്ട് ജീവിതാവസ്ഥകളാണ്. അവയ്ക്ക് രണ്ട് സ്വഭാവമാണെങ്കിലും ഒന്നിൽ മനുഷ്യൻ്റെ വികാര വിചാരങ്ങളാണെങ്കിൽ മറ്റൊന്നിൽ മൃഗീയ പ്രകൃതത്തിനാണ് മുൻതൂക്കം. നമുക്കാർക്കായാലും നോവലിസ്റ്റിനോട് പറഞ്ഞ കഥ അത്ഭുതമായി തന്നെ തോന്നും. ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അസാധാരണമായ സാഹചര്യത്തിൽ ഒരു 16-കാരൻ പയ്യൻ പെരുമാറുന്നതിനെയാണ് പ്രധാനമായും ഈ സിനിമ പ്രതിപാദിക്കുന്നത്. മനുഷ്യനും മൃഗവും തമ്മിലുള്ള കൊണ്ടുകൊടുക്കലുകളുടെ കഥ കൂടിയാണിത്. പല പാഠങ്ങൾ പറയുന്ന ഈ കഥ കണ്ടു തന്നെ പഠിക്കേണ്ടതുണ്ട്. കാണണം ഈ കഥ കുടുംബസമേതം, ഒഴിവുള്ളപ്പോഴായാലും ഒഴിവുകാലത്തായാലും. പ്രിയ പ്രേക്ഷകരെ, ജീവിതം പഠിപ്പിക്കുന്ന മറ്റൊരു കഥയുമായി മൂവി മൂഡ്സ് ഉടനെ വീണ്ടും എത്തും. നന്ദി, നമസ്കാരം.